ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചെമ്മീനെ വെച്ചിട്ട് നമ്മൾ 2 തരം വിഭവങ്ങൾ ഒരേ സമയം തയ്യാറാക്കാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ പാചകവും വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കി കാണിക്കുന്നത്. തനി നാടൻ രീതിയിലുള്ള പാചകമായതിനാലും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതിനാലും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതുമാണ്. വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഈ ഒരു ചെമ്മീൻ റെസിപ്പിയെ എങ്ങനെയാണ് രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അതിനു മുമ്പായിട്ട് നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ കൂടി തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇന്നത്തെ നമ്മുടെ ചെമ്മീൻ റെസിപ്പികൾ തയ്യാറാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ അളവിൽ നാരൻ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ കുടലെല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. നമ്മളിന്ന് ഈ ഒരു ചെമ്മീനെ കൊണ്ട് 2 തരം റെസിപ്പികളാണ് തയ്യാറാക്കാൻ പോകുന്നത്, അത് ഒരേ സമയം തന്നെ. ആദ്യം നമുക്ക് ചെമ്മീൻ കറി തയ്യാറാക്കാം. ഇതിനായിട്ട് കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അരമുറി നാളികേരവും 20 വറ്റൽമുളകും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളക് കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതിനെ നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ച് വെക്കണം. തേങ്ങയെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ളൊരു മാങ്ങയെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ കറി തയ്യാറാക്കാം. നമ്മളിന്ന് ചെമ്മീനും മാങ്ങയും കൂടി ചേർത്ത് നല്ലൊരു ചാറുകറിയാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുറച്ചായിട്ട് ഉലുവ ചേർത്തു. പിന്നെ നമുക്കൊരു കുഞ്ഞ് സവാള കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. സവാളയെ ചേർത്ത് ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് പൊടിയായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇനി ഇഞ്ചിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും സവാളയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ അരപ്പാണ് ചേർത്തിട്ടുള്ളത്. അരപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അരപ്പിനെ ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ കൈവെള്ളയിലേക്കൊന്നും വീഴാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി അരപ്പിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെമ്മീൻ ഉലർത്തി തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് വീണ്ടും ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. മൺചട്ടി ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് 2 സവാള പൊടിയായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാള ചെറിയ തീയിലിരുന്നുകൊണ്ടൊന്ന് വാടി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ചെമ്മീൻ കറിയെ ഒന്ന് തുറന്നു നോക്കുവാണ്. നമ്മുടെ കറിയുടെ അരപ്പൊക്കെ നല്ലതുപോലെ വറ്റി ഇതിലെ എണ്ണമയൊക്കെ ഒന്ന് തെളിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലാണ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഇളക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടെ കൊടുക്കണം. അതിനുശേഷം കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കറിയെ നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് വഴറ്റാൻ വെച്ചിരിക്കുന്ന സവാളയെ കൂടെ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ സവാള സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുവാണ്. വഴറ്റുന്ന സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം. ഉപ്പും ചേർത്തിട്ട് വീണ്ടും നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ സമയത്ത് നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കറിയിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരാനും വേണ്ടിയിട്ട് നമുക്ക് മൂടി തുറന്ന് വെച്ച് വേണം ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ടും. നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകി തുടങ്ങിയാൽ പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ പുളിയെ കൂടി ചേർക്കണം. ഇതിനായിട്ട് ഞാനിവിടെ 1 മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കൈവശം മാങ്ങയില്ലെങ്കിൽ കുടപ്പുളിയാണെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ മാങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. ഇനി കറി നല്ലതുപോലെ തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളിയെ കട്ട് ചെയ്തത് കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ പുളിപ്പില്ലാത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ മാങ്ങയുടെ പുളി അനുസരിച്ചായിരിക്കണം ഇതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് കറിയെ നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി നല്ലതുപോലെ തിളച്ച് നല്ല വറ്റി കുറുകി വരുന്നത് വരെ നമുക്ക് മൂടി വെച്ച് വേണം ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാനായി. ഈ സമയത്ത് നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. പച്ചമുളകിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയാൽ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം.
മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ അളവിൽ ചതച്ച മുളക് കൂടി ചേർത്ത് നമുക്കിതിനെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ വെച്ച് കൊടുത്ത മുളക് പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു തക്കാളി പൊടിയായി കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. ഇനി തക്കാളി നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ, അതുവരെ നമുക്കിതിനെ ഒന്ന് വാട്ടിയെടുക്കണം. തക്കാളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചെറിയ തീയിലേക്ക് വീണ്ടും മാറ്റാം. ഇനി നമുക്ക് ഇതിനെ മൂടി വെച്ച് വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടും. ഇനി നമുക്ക് ചെമ്മീൻ കറിയുടെ അരപ്പിനെ തുറന്ന് നോക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നല്ലതുപോലെ വറ്റി കുറുകിയ പാകത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെമ്മീൻ കറി തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയൊക്കെ വന്നപ്പോൾ നമുക്കിവിടെ 800 ഗ്രാം അളവിലാണ് ചെമ്മീൻ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും പകുതി ചെമ്മീനാണ് നമ്മുടെ കറിയിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കൂടി കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുവാണ്. ഈ ഒരു സമയത്തും നമ്മുടെ കറി നല്ല കുറുകിയ പാകത്തിനാണ് ഇരിക്കുന്നത്. ചെമ്മീൻ ചേർത്ത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ കറിയിൽ കുറച്ച് വെള്ളമെല്ലാം വരാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ചെമ്മീൻ ഉലർത്തിനായുള്ള സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് ചെമ്മീനെ ചേർത്ത് കൊടുക്കേണ്ടത്. ചെമ്മീൻ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു തരി പോലും വെള്ളം ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ടും. ഇനിയിപ്പോൾ ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞാൽ ഗ്രേവിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒന്ന് വാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്നും വെള്ളമെല്ലാം ഒന്ന് വിട്ടു നിൽക്കുന്ന രീതിയിലാണ്. ഒരേ സമയം 2 പാചകമായതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും മാറി മാറി തന്നെ ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കറിയിലെ വെള്ളമെല്ലാം വറ്റി നല്ല കുറുകിയ പാകത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ എണ്ണയും തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചെമ്മീൻ ഉലർത്തിലും ധാരാളം വെള്ളമെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളമെല്ലാം വറ്റി ഒന്ന് ഗ്രേവി എല്ലാം മുരിഞ്ഞു വരുന്നത് വരെയുമാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു 7 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാകമായാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറിയിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കണം. താളിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 സ്പൂൺ അളവിലെ കടുക് ചേർത്തു. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കറിയിലേക്ക് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മൂടിയടച്ചു കൊടുക്കും. 2 കറിയും ഇപ്പോൾ ഒരേ സമയം തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ഉലർത്തും നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഒരേ സമയം 2 റെസിപ്പികളും നമ്മൾ തയ്യാറാക്കി കാണിച്ചിട്ടുള്ളത്. ഇതുവരെയും ഇതുപോലൊരു നാടൻ റെസിപ്പിയെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. നമ്മുടെ 2 റെസിപ്പികളും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.